എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു, സച്ചി കുടിച്ചിട്ട് വന്നതിന്റെ പേരിൽ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് രേവതി നിൽക്കുകയാണ്. അവസാനം എല്ലാവരും കൂടെ രേവതിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ രേവതിക്ക് വല്ലാത്ത സങ്കടമായി. രേവതി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാണ്. അങ്ങോട്ട് കയറി പോയിട്ട് മുറി ചെന്നിട്ട് സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. രേവതിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രേവതി കരയുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് കയറുന്നു. നീ എന്തിനാ ഇപ്പൊ കരയണേന്ന് ചോദിക്കുക. പിന്നെ കരയാതെ ഞാനിപ്പോ ചിരിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ഒരു ചെറിയ പ്രശ്നമല്ലായിരുന്നോ? ശ്രീകാന്ത് വർഷ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നു, അതിന്റെ പേരിൽ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആ ചപ്പാത്തി എടുത്ത് മൂടി വെച്ചാൽ തീരുന്നല്ലുള്ളൂ, അതിന് സച്ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിര്? കാരണം അവർക്കൊന്നും വിളിച്ചു പറയായിരുന്നല്ലോ, പുറത്തൊന്ന് ഫുഡ് കഴിച്ചു, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കണ്ടെന്ന്. അത്രയും ചപ്പാത്തി വേസ്റ്റ് ആയി പോയില്ലെന്ന് ചോദിക്കുക. അതെ, സച്ചേടൻ പറഞ്ഞൊക്കെ ശരി തന്നെയാ. പക്ഷേങ്കിൽ സച്ചേടൻ പറഞ്ഞപ്പം സച്ചേടൻ ഒരു വില അവിടെ കിട്ടിയില്ല. എന്തുകൊണ്ടാ? സച്ചേടൻ മദ്യപിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു. മദ്യപിക്കാതെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ആരാ ഇതിനകത്ത് കുറ്റക്കാരിയായത്? എല്ലാരും കൂടെ എന്നെയല്ലേ കുറ്റപ്പെടുത്തോളെന്ന് ചോദിക്കാം. ഇതേ രേവതി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഒത്തിരി ഒന്നും കുടിച്ചിട്ടില്ല, ഒരു ഇത്തിരി കുടിച്ചോളെന്ന് പറയണം. സാധാരണഗതി ഞാനിവിടെ 4 കാലമല്ലേ കയറി വരാറുള്ളേ. ഇപ്പൊ ഞാൻ നല്ല സ്റ്റഡി ആയിട്ടല്ലേ വന്നേ. അല്ല, നോക്കാൻ പറയണം. വേണ്ട, ഇത്തിരി കുടിച്ചാലും ഒത്തിരി കുടിച്ചാലും എല്ലാം കിടക്കാം. അന്നിവിടെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പം സാമ്പാറിനകത്ത് പല്ലി വീണു. സച്ചേട്ടൻ എന്ത് ചെയ്തു? അത് മൊത്തത്തോടെ എടുത്ത് കളഞ്ഞില്ലേ? എന്തുകൊണ്ടാ കളഞ്ഞേ? അതിനകത്ത് പല്ലിയേക്കാളും വലിയ മുരിക്കോലും വെണ്ടയ്ക്കും എല്ലാം കിടപ്പുണ്ടായിരുന്നു. അത് പിന്നെ പല്ലി വീണ വിഷമല്ലേന്ന് ചോദിക്കാം. ഓഹോ, അപ്പൊ അതറിയാല്ലേ. അതുപോലെ തന്നെ ഇത് വലിയ അണ്ടാമിനകത്ത് കുടിച്ചാലും ചെറിയ സ്പൂണിനകത്ത് കുടിച്ചാലും വിഷം തന്നെയാന്ന് പറയണം. ഓ, അപ്പൊ നീ ഉദാഹരണ സഹിതം പറയണം. അല്ല, ഞാൻ പറ ശരിയല്ലേ? വിഷം കുടിച്ചാൽ ശരീരത്തിന് കേടാ എന്ന് പറഞ്ഞാല മദ്യം കുറെ കുടിച്ചാലും ഇച്ചിരി കുടിച്ചാലും എല്ലാം കണക്കാന്ന് പറയണം. എല്ലാവരുടെയും മുന്നിൽ മദ്യം കുടിച്ചു തന്നെയാ. അല്ലെങ്കിൽ സച്ചേട്ടന് മദ്യപിച്ച് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് പോലീസുകാർ പിടിച്ചു. പോലീസുകാർ പിടിച്ചപ്പോൾ സച്ചേട്ടൻ പറയാ, ഞാൻ വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ഒന്നും ആയില്ലല്ലോ, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ, എന്നാ മോൻ പൊക്കോന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ പറഞ്ഞു വിടുവോ അതോ ഫൈൻ അടിക്കുമോ എന്ന് ചോദിക്കുക. ഇത്തിരി മദ്യം അകത്ത് ചെന്നാലും ഒത്തിരി മദ്യം അകത്ത് ചെന്നാലും പോലീസുകാർ ഫൈൻ അടിക്കുന്ന ഒരേ തുക തന്നെയല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും സച്ചിക്ക് പിന്നെ മറുപടി ഒന്നുമില്ല. സച്ചി പറഞ്ഞു, നീ എന്തിനാ രേവതി ഇങ്ങനെയൊക്കെ പറയണേ? ഞാനുള്ള കാര്യ പറഞ്ഞേ. സച്ചേടൻ കാണും ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ ഞാൻ അപമാനിക്കപ്പെട്ട് നിൽക്കുക. ഇത്രയും കാലം ശ്രുതിയുടെ മുന്നിൽ മാത്രമേ ഉള്ളൂ, ഇപ്പൊ വർഷയും കൂടെ വന്നു. വർഷയുടെ മുന്നിൽ ഞാൻ താണം കിട്ടി നിൽക്കുമല്ലേ. എല്ലാരും കൂടെ എന്നെ നോക്കി ചിരിക്കുന്ന കാണുമ്പോ എനിക്ക് എത്രമാത്രം സങ്കടം ഉണ്ടാവുന്നുണ്ടെന്ന് അറിയാവോ? സച്ചേട്ടൻ അത് മനസ്സിലാണെങ്കിൽ എന്റെ സ്ഥാനത്ത് സച്ചേട്ടൻ വരണം. ഏറ്റവും കൂടുതൽ എല്ലാത്തരത്തും അപമാനിക്കപ്പെട്ട് നിൽക്കുന്ന ആരാന്നറിയോ? ഒരു കുടികാരന്റെ ഭാര്യ. കുടിച്ച് ലക്കുകെട്ട് അയാൾ വന്ന് ഇങ്ങനെ ബഹളം ഉണ്ടായി കഴിയുമ്പം അവരുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ മക്കൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവുന്നറിയോ? ആ വേദന മനസ്സിലാക്കണമെങ്കിൽ സച്ചേട്ടൻ ഒരു ദിവസമെങ്കിലും ആ ഒരു സിറ്റുവേഷൻ നിൽക്കണം. എങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. സച്ചേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജന്മത്തിൽ മാറുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു പറയണം. ജവതി, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. വന്ന് ഫുഡ് കഴിക്കാൻ പറയണം. വേണ്ട, എനിക്ക് ഫുഡൊന്നും വേണ്ട, വേണമെങ്കിൽ തന്നെ എടുത്ത് കഴിച്ചിട്ട് കിടന്നു എന്ന് പറഞ്ഞ് രേവതി നേരത്തേക്ക് പാവിരിച്ച് അവിടെ കിടക്കുവാണ്. സച്ചിക്ക് സങ്കടമൊക്കെ വന്നു രേവതി ഇങ്ങനെ പറഞ്ഞാല്. രേവതി പറഞ്ഞു, ഞാനിപ്പോ ഇത് പറഞ്ഞ് വെറുതെ ആണെന്ന് എനിക്കറിയാം. കുടത്തിന് മേലെ വെള്ളം ഒഴിക്കുന്ന പോലെ എന്നറിയാം. നേരം വെളുത്ത് ചോദിച്ചു കഴിയുമ്പോൾ സച്ചേട്ടൻ ഒന്നും അറിയത്തില്ല. വീണ്ടും സച്ചേട്ടൻ ഇത് തന്നെ ആവർത്തിക്കുള്ളൂ. എന്ത് ചെയ്യാനാ, എന്റെ തലവര, അല്ലാതെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞുകൊണ്ട് രേവതി കരഞ്ഞുകൊണ്ട് കയറി കിടക്കുവാണ്. പിന്നീട് പതിപോലെ പിറ്റേ ദിവസം രാവിലെ രേവതി എഴുന്നേറ്റു. അങ്ങനെ കോഫിയൊക്കെ വെച്ചു. അപ്പോഴാണ് വർഷ അങ്ങോട്ട് വരുന്നത്. വർഷയ്ക്ക് കൊണ്ട് കോഫി കൊടുക്കുവാണ്. വർഷ കോഫി കുടിച്ചിട്ട് പറഞ്ഞു, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്ര ടേസ്റ്റോട് കൂടിയിട്ട് ഞാൻ ഇതിനു മുമ്പ് കോഫി കുടിച്ചിട്ടില്ലെന്ന് പറയണം. ദേ, ശ്രീകാന്ത് ഉണ്ടാക്കി തരും. ശ്രീകാന്ത് കാര്യം പറഞ്ഞ ഷെഫൊക്കെയാ. പക്ഷേങ്കില് ഇത്ര ടേസ്റ്റ് ഒന്നും ശ്രീകാന്തിന് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറയാം. ഇത് എത്ര കുടിച്ചാലും മടുക്കത്തില്ലെന്ന് പറയണം. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ സാധാരണ ഗതിയിൽ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെന്ന് പറയാം. അത് ശരിയായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഈ കോഫിക്ക് പ്രത്യേകത ഉണ്ട്. താങ്ക്സ് ചേച്ചി എന്നൊക്കെ പറയണം. അപ്പൊ തന്നെ ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതി പറഞ്ഞു, എന്താ? അല്ല, ഞാന് ഇതുണ്ടോ രേവതി ചേച്ചി ഉണ്ടാക്കി ചായയെ കുറിച്ച് പറയുന്നതാന്ന് പറയണം. പെട്ടെന്ന് രേവതി കൊണ്ട് ശ്രുതിക്കും ചായ കൊടുത്തു. ശ്രുതി ചായ കുടിച്ചോണ്ടിരുന്നപ്പം വർഷ വെച്ച്, എങ്ങനെയുണ്ട് കോഫി? കുഴപ്പമില്ല, കൊള്ളാം, എന്നത്തെ പോലെ തന്നെ. നല്ലതല്ലേ ചോദിക്കും. നല്ലതാ. അതെ, നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ അതിനെ പ്രശംസിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് പറയണം. കാരണം എന്നും കുടിച്ചാലും ഓരോ ദിവസം നമ്മൾ അവരെ പ്രശംസിക്കണമെന്ന് പറയാം. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രുതിയൊന്നും മിണ്ടിയില്ല. ശ്രുതിയോട് വർഷ ചോദിച്ചു, അല്ല ശ്രുതിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കാം. എവിടെന്ന്? എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറയണം. കുറച്ചൊക്കെ മാത്രം അറിയത്തുള്ളൂ, ഒത്തിരി ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറയാം. ഇത് കേട്ടതും വർഷ പറഞ്ഞു, എനിക്കും അറിയത്തില്ല. പെട്ടെന്ന് ചോദിച്ചു, അല്ല ശ്രുതിയുടെ ഹസ്ബൻഡിന് അറിയാവോ?
ഇന്നാൾ പ്രാവശ്യം കുറച്ച് ചൂടുവെള്ളം വെച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചൂടുവെള്ളം കൊണ്ടേ വെച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണോ എടുക്കണ്ടേ, അതോ സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് വേണം വെള്ളം വാങ്ങാനെന്ന് ചോദിച്ചാണ് എൻ്റെ ഹസ്ബൻഡ്. പിന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ മൂന്നുപേരും കൂടി ഇരുന്ന് ചിരിക്കുകയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം. രേവതിയോട് ചോദിച്ചു, അല്ല രേവതി ഇടുന്ന ഈ ഫുഡിങ് പഠിച്ചതെന്ന് ചോദിക്കുകയാണ്, ഫുഡ് ഉണ്ടാക്കാനൊക്കെ. അത് പിന്നെ വീട്ടിൽ എൻ്റെ ചെറുതിൽ ഞാൻ പഠിച്ച എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചാന്ന് പറയണം. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയില്ല. ആ സമയത്ത് ഞാനും അമ്മ കൂടെ വീട്ടുജോലികളൊക്കെ ചെയ്തിട്ടാണ് പോകാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടുപണികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അടുക്കള ജോലികളൊക്കെ പഠിച്ചതെന്ന് പറയണം. ഈ സമയം വർഷം എനിക്ക് പിന്നെ ശ്രീകാന്ത് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. വീട്ടിൽ തനിച്ചായ സമയത്ത് ശ്രീകാന്ത് എനിക്കെല്ലാം ഉണ്ടാക്കി തരുമായിരുന്നു. അതുകൊണ്ട് പകുതി സമാധാനം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, ശ്രീകാന്ത് പിന്നെ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല. വർഷം പറഞ്ഞു, എന്താണെങ്കിലും ദേ ശ്രീകാന്ത് ഉള്ളതുകൊണ്ട് മാത്രം അത്രയും ദിവസം ഞാൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കാതെ കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ പെട്ടുവേനം. അല്ല ഇനിയിപ്പം ശ്രുതിയുടെ ഹസ്ബൻഡും അറിയത്തില്ല, പിന്നെ രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് അറിയാവുന്ന ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അയാൾക്കൊന്നും അറിയാൻ വഴിയില്ല. അയാൾക്ക് ആ പടം അറിയാവുന്ന വെള്ളം അടിക്കാനല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ രേവതിയുടെ മുഖം അങ്ങോട്ട് മാറി. പിന്നീട് വർഷം അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ. വർഷം അതെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ കാര്യം പറഞ്ഞ. കാരണം എപ്പോൾ നോക്കിയാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ വന്ന് കയറിയപ്പോൾ തൊട്ട് ഈ കാഴ്ച കാണുന്നേ. അത് മാത്രമല്ല ശ്രീകാന്തിനോട് പറയുകയും ചെയ്തു, ചേച്ചി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ സച്ചിയേട്ടൻ നന്നായിട്ട് മദ്യപിക്കുമെന്ന്. അല്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ചേച്ചി സച്ചിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും രേവതി ഒന്നും മിണ്ടിയില്ല. രേവതിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ആ സമയം ശ്രുതി പറഞ്ഞു, എന്തായാലും ആ കാര്യത്തിൽ ശ്രുതിനെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഇന്നലെ പിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ശ്രുതി മദ്യവെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, എല്ലാവരും കൂടെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റ ദിവസം മാത്രം മദ്യപിച്ചിട്ടുള്ളൂ, അതും ബിയർ മാത്രം കുടിച്ചു. ഇത് കേട്ടതും വർഷം പറഞ്ഞു, അങ്ങനെയാ ശ്രീകാന്ത് എന്നോട് പറഞ്ഞ് ആദ്യമായിട്ടാ ബിയർ കുടിക്കണമെന്ന് പറഞ്ഞേ. പക്ഷെ ഇവിടെ സച്ചിയാണൊക്കെയാണ് ഡെയിലി കുടിച്ചിട്ട് വരുമല്ലേ എന്ന് ചോദിക്കുക. വല്ലാത്ത സങ്കടമായിപ്പോയി രേവതിക്ക്. പിന്നീട് ശ്രുതി പറഞ്ഞു, ആ കാര്യത്തിൽ നമ്മൾ രണ്ടും എന്തായാലും ഭാഗ്യം ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവര് കൈയെടുത്ത് അടിക്കുകയാണ്. കാരണം അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി, തങ്ങളുടെ ഭർത്താക്കന്മാർ കുടിക്കുന്നില്ല എന്നൊരു സന്തോഷം. അങ്ങനെ അവരതൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതിക്ക് വല്ലാത്ത വിഷമമായി. ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നേ. ചന്ദ്രമതി നോക്കിയപ്പം അവരിരുന്ന് ചിരിക്കുന്നുണ്ട്. ആഹാ കൊള്ളാലോ, 3 മക്കളും മരുമക്കളും കൂടെ അങ്ങനെ ഇരിക്കുന്നു. ആഹാ ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പോരാത്ത രേവതിയും കൂടെ അവിടെ കയറിയിരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇത് പാടില്ല. ഇവളുമാര് 3 കൂടെ കൂട്ടുണ്ടെങ്കിൽ താൻ ഔട്ടാവും. അതൊരിക്കലും ശരിയാവത്തില്ല. എന്താ ചെയ്യണ്ടേ അങ്ങനെ ആലോചന നിൽക്കുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ എന്ത് പറ്റി, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അല്ല അവര് ചിരിച്ച് സംസാരിച്ചിരിക്കുന്നുണ്ടല്ലേ, അതിനിപ്പോ എന്താ കുഴപ്പം? മരുമക്കളും 3 പേരും ഒരുമിച്ചിരിക്കണം എന്നല്ല നിന്റെ ആഗ്രഹം. നീ എന്താ പറഞ്ഞേ? അതെ മക്കളും മരുമക്കളും എല്ലാം ഒരുമിച്ച് ഈ വീട്ടിലിരിക്കണം. ഞാൻ അവരുടെ അതെ അമ്മയായിട്ട് നടുവിൽ ഇങ്ങനെ ഇരിക്കുമെന്നല്ലേ പറഞ്ഞേ. ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെ ആയില്ലേന്ന് ചോദിക്കുകയാണ്. എന്നാലും ഇത് ശരിയാകത്തില്ലെന്ന് പറയാ. എന്ത് ഇവരുടെ ഈ ഒരുമ എനിക്കിട്ട് പാര പണിയെന്ന് പറയാണ്. ആഹാ അത് കൊള്ളാം. അപ്പൊ അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടല്ലേ? ഞാനൊന്ന് ആലോചിക്കുമായിരുന്നു. അവരെല്ലാം പോയി കഴിയുമ്പോ പുറകെ നീ പോകുന്നൊരവസ്ഥയെ. എന്റെ ചന്ദ്രേ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്നാലും നിനക്കിട്ട് ഇങ്ങനെ ഒരു പണിയല്ല കിട്ടിയെന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് കളിയാക്കുകയും കൂടെ ചെയ്യുവാണ് രവീന്ദ്രൻ. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, ഈ ചന്ദ്രയെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണേ. എന്റെ ചന്ദ്രേ അവരെങ്ങനെയൊരു സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ, നിനക്കെന്താ കുഴപ്പം? നീ ഈ വയസ്സും പ്രായം ചെന്ന് നീ ഇപ്പം അവരോട് മല്ലടിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ? അടങ്ങി ഒതുങ്ങും വല്ലയിടത്തും കിട്ടുന്ന ഫുഡും കഴിച്ചിരുന്നാ പോരെ നിൽക്കുക. ചന്ദ്രമതി പറഞ്ഞു, അതിലേ എനിക്ക് അതിന് മാത്രം വയസ്സും പ്രായമൊന്നും ആയിട്ടില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. രവിയേട്ടനൊന്നും മിണ്ടായിരിക്കെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അവരുടെ അടുത്ത് നിന്ന് രേവതിയോട് പറഞ്ഞു, രേവതി ചായ എടുത്തിട്ടുണ്ട് ഞാൻ പറയണം. ഇത് കേട്ടത് വർഷ രേവതിയോട് അവിടെ ഇരിക്കുക ചേച്ചി, ഞാൻ പറഞ്ഞു തീരുന്നില്ല എന്നും പറഞ്ഞൊരു കോമഡി പറയാണ്. കോമഡി പറഞ്ഞിട്ട് ചിരിക്കുവാണ്. ഇത് കേട്ടപ്പോൾ രേവതിക്കും ചിരി വന്നു. പിന്നീടും ചന്ദ്രമതി ഒന്നുകൂടെ പറഞ്ഞു, അമ്മയ്ക്ക് വേണം, അമ്മ പോയി എടുത്തു കുടിക്കുക. ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുന്ന കണ്ടില്ലേന്ന് ചോദിക്കാണ്. ചന്ദ്രമതിക്ക് ഇതിപ്പര അടി കിട്ടാനുണ്ടോ? ഓഹോ അപ്പൊ അതാണ് കാര്യം. ഇവളുമാര് 3 കൂടെ ഒറ്റക്കെട്ടായിട്ടുണ്ട്. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ചന്ദ്രമതി രൂക്ഷമായിട്ട് നോക്കിയിട്ട് അടുക്കളയിലേക്ക് എല്ലുവാണ്. പിന്നീട് കോഫി എടുത്തു. ഇതിനു മുമ്പ് ശ്രുതിയാണ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ വർഷയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. വർഷയുടെ മുന്നില് ചന്ദ്രമതിക്കൊന്നും പറയാനും പറ്റില്ല. കാരണം അവള് ഭയങ്കര കോടീശ്വരിയാണല്ലോ. എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അവള് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കോടികളാ നഷ്ടമാകാൻ പോന്നെ. അതൊരു കാരണവശാലും പാടില്ല. അത് പോരാഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്കാനും പോയിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തും ആ കൂടെ അങ്ങോട്ട് പോകും. പിന്നെ താന് അടിയെ പോകും. അതൊരു കാരണവശാലും പാടില്ല. അങ്ങനെ കോഫിയെ കുടിച്ചിട്ട് ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണം എന്നുള്ള. പിന്നീട് കാണിക്കുന്നേ അങ്ങോട്ടേക്ക് വർഷയുടെ അമ്മ വരുവാണ്. അപ്പൊ വർഷ സ്റ്റുഡിയോ പോകാനായിട്ട് റെഡിയായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് വർഷയുടെ അമ്മ വരുന്നത്. ആ സമയം ചന്ദ്രമതി ഇരിപ്പുണ്ടായിരുന്നു. വർഷയുടെ അമ്മേനെ കണ്ട് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി. ആഹാ
മഹിമ കയറി വന്നിരിക്കാനൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അവിടെ പിടിച്ചിരുത്തുവാണ്. അല്ല എന്ത് പറ്റി ഈ വഴി? അതെ ഞാൻ വർഷേനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയാ. പെട്ടെന്ന് തന്നെ അവിടെ കിടന്ന് വർഷയെന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുവാണ്. വർഷ ഇറങ്ങി വന്നു. അമ്മേനെ കണ്ടതും ഭയങ്കര സന്തോഷമായി. അങ്ങനെ മഹിമേനെ കെട്ടിപ്പിടിക്കുവാണ്. അല്ല മോള് നിങ്ങോട്ട് രാവിലെ? ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു പറയാം. മോൾ ഇവിടെ ഇരിക്കുക, കുറച്ച് സമയം ഇരിക്കാൻ പറയണം. ശരിയെന്ന് പറഞ്ഞ വർഷ അവിടെ ഇരുന്നു. ഈ സമയം ശ്രീകാന്തിനെയും രവീന്ദ്രനെയും ഒക്കെ വിളിച്ചോണ്ട് വരുന്നുണ്ട് ചന്ദ്രമതി പോയിട്ട്. അപ്പോഴേക്ക് സുധിയും രേവതിയും കൂടെ അങ്ങോട്ട് വന്നു. സച്ചി അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അവരെല്ലാരും കൂടെ വരുവാണ്. പിന്നീട് അവളോട് ചോദിച്ചു, വർഷയോട് ചോദിച്ചു, അല്ല മോൾക്ക് സമയം പോവെന്ന് ചോദിക്കുകയാണ്. കുഴപ്പമില്ല അമ്മ ഇരിക്കാൻ പറയണം. അല്ല ഇത് നമ്മ കുറെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് അതൊക്കെ ഞാൻ കൊണ്ടുവന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു മര്യാദ ഉണ്ടല്ലോ, അതുകൊണ്ട് ആന്റി കൊണ്ടുവന്നാന്ന് പറയണം. വർഷം പറഞ്ഞു, അതിനെനിക്ക് തന്നെ വലിയ പനിയും പിടിച്ചതിനും കൂടി ഇരിക്കുകയാണെന്ന് ചോദിക്കും. അതെ പനി പിടിച്ചിരിക്കുകയാണെ മാത്രമാണ് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരുന്നത്. നീ ഒരു കാര്യം ചെയ്യുക, ഒരു തട്ടവും കൊടുത്തിട്ട് ഞാൻ പറയണം. തട്ടം എടുത്തുകഴിഞ്ഞപ്പോൾ ആ തട്ടത്തിനകത്തേക്ക് ഫ്രൂട്ട്സ് എല്ലാം കൂടെ അങ്ങോട്ട് വെച്ചു. പിന്നീട് ചന്ദ്രമതി ചോദിച്ചു, അല്ല എന്തു പറ്റി ഇങ്ങോട്ട് ഇറങ്ങാൻ? അല്ല വർഷയുടെ അച്ഛൻ മതില്ലേന്ന് ചോദിക്കണം. അതെ ജോലിയുണ്ട്, ജോലിത്തിരക്കുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ലെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, സമയം കിട്ടുന്ന എപ്പോഴാന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങിയാൽ മതി എന്ന് പറയാണ്. പിന്നീട് അവര് പറഞ്ഞു, വർഷയുടെ ശ്രീകാന്തും കല്യാണം നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും അല്ല നടന്നേ. ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ കല്യാണം നടത്തണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം. ചന്ദ്രമതി അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കണേ? അതിനൊന്നും ഒരു പ്രശ്നമില്ല, എന്താളും നടന്നില്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയം ശ്രുതി പറഞ്ഞു, അത് ശരിയാ ആന്റി, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറയണം. അപ്പൊ ചന്ദ്രമതി പറഞ്ഞു, ഇതെന്റെ രണ്ടാമത്തെ മരുമകളാന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ പരിചയപ്പെടുത്തുക. ഇത് ശ്രുതിയുടെ ഭർത്താവ് ശ്രുതി എന്നൊക്കെ പറയാണ്. അതെ ശ്രുതിയുടെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനാ എന്നൊക്കെ പറഞ്ഞു, മലേഷ്യയിലാന്ന് പറയണം. ആണോ? അത് മാത്രല്ല ശ്രുതിക്ക് ഇവിടെ ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ട വർഷ പറഞ്ഞു, നമുക്ക് ഒരു ദിവസം പോണോട്ടോ അമ്മയെന്ന് പറയണം. അതിനെന്താ പോകാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ ഒന്ന് ഇരുത്തി നോക്കുവാണ് മഹിമ. പിന്നീട് മഹിമ പറഞ്ഞു, അതെ ഞാനിപ്പോ വന്ന വേറൊരു കാര്യത്തിനും കൂടിയാന്ന് പറയണം. അല്ല എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അതൊന്നുമല്ല, കല്യാണമൊക്കെ ആണെങ്കിലും രജിസ്റ്റർ ഓഫീസ് വെച്ചെല്ലാം നടന്നേ, അതുകൊണ്ട് ഞങ്ങളൊന്നും കാര്യമായിട്ട് ഇവൾക്ക് കൊടുത്തിട്ടുമില്ല. അപ്പൊ എന്തേലും ഞങ്ങൾക്ക് ഇവൾക്ക് ചെയ്യണമല്ലോ എന്ന് പറയണം. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബാഗ് അങ്ങ് തുറക്കുവാണ്. ബാഗ് അങ്ങ് തുറന്നിട്ട് അതിനകത്തുനിന്ന് കുറെ സ്വർണം ഇങ്ങനെ എടുക്കുവാണ്. ഓരോ ബോക്സ് ആക്കി ഇങ്ങനെ എടുക്കുക. ഇതെല്ലാം കണ്ടിപ്പോ ചന്ദ്രമതിയുടെ കണ്ണങ്ങ് മഞ്ഞളിച്ചു പോയി. അത് കണ്ടുകൊണ്ടിരുന്ന ഒരു നിമിഷം ശ്രുതിയും ഞെട്ടിപ്പോയി. ദൈവമേ ഇവരിത് എന്ത് ഭാവിച്ചത്? ഇവരിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ താൻ പെട്ടുപോകും. മലേഷ്യയിലാ തനിക്ക് വലിയ ഇതെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ആകെപ്പാടെ അങ്കലാപ്പ് ശ്രുതിയുടെ മുഖത്തുണ്ടാകുന്നുണ്ട്. പിന്നീട് അതെല്ലാം കൂടെ ആ തട്ടത്തിന് മുകളിലേക്ക് അങ്ങോട്ട് വെക്കുകയാണ്. എന്നിട്ട് എന്തേ ഇത് 50 പവനുണ്ടെന്ന് പറയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വർഷം ചോദിച്ചു, അമ്മ ഇതേതാ? ഇത് ഞാൻ കണ്ടിട്ടില്ലോ എന്ന് പറയണം. ഇത് കഴിഞ്ഞ മാസം വാങ്ങിച്ചാന്ന് പറയണം. ഓ അതാ ഞാൻ കാണാത്ത ഡിസൈനിങ് ഒക്കെ. അല്ല അമ്മ എന്തിനാ ഇതെല്ലാം കൂടെ കൊണ്ടുവന്നേ? ഞാനിത് ഉപയോഗിക്കത്തില്ലോ എന്ന് പറയണം. മോളെ അതല്ലല്ലോ, കല്യാണം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ആഭരണങ്ങളൊക്കെ വേണ്ടേ? അത് മാത്രമല്ല നിനക്കൊന്നും തന്നിട്ടുമില്ല. പോരാത്തന് ഞങ്ങൾ തരേണ്ട കടമ ഞങ്ങൾക്ക് ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടും വർഷം പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അമ്മ വെറുതെ മേടിച്ച് ജ്വല്ലറി വെച്ചേക്കുമല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഞാൻ മഹിം പറഞ്ഞു, അത് ശരിയാ, 1,500 പവൻ നിനക്ക് വേണ്ടി ജ്വല്ലറി വെച്ചിട്ടുണ്ട്. കാരണം ഇവളുണ്ടായപ്പോൾ മുതൽ ഇവൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആഭരണം വാങ്ങിച്ചു കൂട്ടുന്ന ഒറ്റ മോളല്ലേ ഉള്ളെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഞെട്ടിപ്പോയി. 500 പവനോ? എന്റെ മാതാവേ, അത്രയ്ക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവൾക്ക്. ശ്രുതിയുടെ കണ്ണു തള്ളിപ്പോയി. ശ്രുതി ഇങ്ങനെ വാ പൊളിച്ചിരിക്കുക. 500 പവൻ എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഇവളാള് കൊള്ളാലോ, അപ്പൊ ഇത്രയ്ക്ക് വലിയ കോടീശ്വരിയാണോ ഇവളെന്നുള്ള രീതിയിലായിരുന്നു. ശ്രുതിക്കാണ് ഏറ്റവും ഞെട്ടല്. ഇവരിങ്ങനെ കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ തനിക്കിട്ടാണ് പണി കിട്ടാൻ പോകുന്നത്. താൻ എന്ത് ചെയ്യും? പിന്നീട് ഇത് എടുത്തു വെച്ചിട്ട് പറഞ്ഞാലേ ഇത് നിങ്ങൾ വാങ്ങണമെന്നും ചന്ദ്രമതിയോടും രവീന്ദ്രനോടായിട്ട് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ എന്ന് പറയണേ. അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കടമകൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ശ്രീകാന്ത് പറഞ്ഞു, ഇതൊന്നും മോഹിച്ചല്ല ഞാൻ വർഷേനെ വിവാഹം കഴിച്ചേ, ഞാൻ സ്വത്തോ പണമൊന്നും മോഹിച്ചിട്ടില്ല എന്ന് പറയും. അതൊക്കെ ശരി തന്നെയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളോടൊരു കടമയില്ലേന്ന് ചോദിക്കണം. അങ്ങനെ ഇത് വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ ചന്ദ്രമതി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. രവീന്ദ്രൻ അവിടെ പിടിച്ചെടുത്തി ചന്ദ്രമതിനെ അവിടെ ഇരിക്കാൻ പറയാണ്. അതെ ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് രവീന്ദ്രൻ പറയാം മഹിമയോട്. എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല ഞങ്ങൾ സ്വത്തും പണമൊക്കെ മോഹിച്ച് വലിയ വീട്ടിലെ പെണ്ണിനെ അടിച്ചു മാറ്റിയെന്നല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേ, അതുകൊണ്ട് ഞങ്ങളുടെ മോനെ നിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളെല്ലാം തിരികെ കൊണ്ടുപോയിക്കോളാൻ പറയണം. ഇത് കേട്ടത് മഹിമ പറഞ്ഞു, അങ്ങനെ പറയരുത്. അതുകൊണ്ടല്ല, ഞങ്ങൾക്ക് ഈ ബാധ്യത ഏൽക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ മാത്രം മതി, അല്ലാതെ സ്വത്തും പണമൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയണം. ഇത് കേട്ടത് വർഷ പറഞ്ഞു, അതെ അച്ഛൻ പറഞ്ഞത് ശരി, എന്തിനാമ ഇതൊക്കെ, ഇതിന്റെ ഒന്നും കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടത് മഹിമ പറഞ്ഞു, അതെ ഇത് ഞാൻ കൊണ്ടുവന്ന എന്തിനാണെന്നറിയോ, എന്റെ മകൾക്ക് വേണ്ടിയിട്ടാ.
എന്റെ മകൾക്ക് ഞങ്ങൾ എപ്പോഴാണെങ്കിലും കൊടുക്കണ്ടല്ലേ. അച്ഛനും അമ്മയും എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കും ഇല്ല ചില ആഗ്രഹങ്ങളൊക്കെ. ഇവളുണ്ടായപ്പോൾ മുതൽ ഇവൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ഞങ്ങൾ വാങ്ങിച്ചു കൂട്ടി വെക്കുന്ന, ഇവൾക്കല്ലാതെ വേറെ ആർക്കാ ഞങ്ങൾ കൊടുക്കണേന്ന് ചോദിക്കാം. ഇത് കേട്ടോ ചന്ദ്രമതി പറഞ്ഞു, ആ പറഞ്ഞ് ശരിയല്ലേന്ന് ചോദിക്കും. എഴുന്നേക്ക് രവിയേട്ടാ, നമ്മളിത് വാങ്ങിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരെ നിന്ദിക്കുന്ന പോലെ അല്ലേന്ന് ചോദിക്കാം. ചന്ദ്രമതിക്ക് എങ്ങനെയെങ്കിലും അതൊന്നും വാങ്ങിച്ചു വെച്ചാൽ മതിയെന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് രവീന്ദ്രൻ ഒരു ഭാഗത്ത് കുത്തിപ്പൊക്കുവാണ്. അങ്ങനെ രവീന്ദ്രനും കൂടെ എഴുന്നേറ്റു. ചന്ദ്രമതിയും രവീന്ദ്രനും കൂടെ എഴുന്നേറ്റ് എന്ന് കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു, അതെ ഇത് രണ്ടും ഇതെല്ലാം കൂടെ അവരുടെ കയ്യിലേക്ക് ഞാൻ കൊടുത്തേരെ. ശ്രീകാന്തിന്റെയും വർഷയുടെയും കയ്യിൽ കൊടുത്തേക്കെ, അവരുടെ മുതലല്ലേ അവരുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ അവരിത് വാങ്ങിച്ച് മഹിമയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുവാണ്. ഈ സമയത്ത് ചോദിച്ചു, അല്ല ശ്രുതിയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോഴും കുറെ കൊണ്ടുവന്നാണ് ഇരിക്കില്ലേ, ആദ്യത്തെ മരുമകളല്ലേന്ന് ചോദിക്കും. അവരുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം കൊണ്ടുവന്നുള്ള ലളിതമായിട്ട് കല്യാണമായിരുന്നു. കാരണം മലേഷ്യയിലല്ലേ, അവളുടെ ഡാഡിക്ക് വരാനായിട്ട് പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, ഇനി വരുന്ന സമയത്ത് ഒരു 100-150 പവൻ എന്താളും കൊണ്ടുവരും. അത് മാത്രമല്ല 100-500 പവനും മോള് തരാനുള്ള ആസ്തി അവർക്ക് കൊണ്ടെന്ന് പറയണം. വലിയതായിട്ട് വീമ്പളക്കമാണ് അവിടെ ഇരുന്നിട്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ശ്രുതി അവിടെ ഇരുന്ന് ഉരുകുവാണ്. അപ്പൊ ഇളയ മരുമോളെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും ചന്ദ്രമതി മോഹം അങ്ങോട്ട് മങ്ങി. ചന്ദ്രമതി പെട്ടെന്ന് രേവതിനെ ഒന്ന് നോക്കി. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവളോ, ഇവൾക്ക് ഞങ്ങൾ അങ്ങോട്ടിട്ട് കെട്ടിക്കൊണ്ട് വരുവോ ചെയ്തെന്ന് പറയണേ. അതെന്താ അങ്ങനെ, എന്ത് പറയാനെന്ന് പറ. രവിയേട്ടൻ റിട്ടയർ ആകുന്നതിന്റെ തലേദിവസം സംഭവിച്ചൊരു ആക്സിഡന്റ് അത്. രവിയേട്ടന്റെ വണ്ടിക്കടിയിലേക്ക് ഇവളുടെ അച്ഛൻ വന്ന് കയറി. അതിന് പ്രതിഫലമായിട്ട് രവിയേട്ടൻ വിളിച്ചോണ്ട് വന്ന അവളെ. സ്വർണ്ണമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടിട്ട് കെട്ടി കയറി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഒന്നുമില്ലാത്ത വീട്ടിലെയാ, പിന്നെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, എന്റെ മോന്റെ വിധി ഇതായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ ഇങ്ങനെ തരം താഴ്ച സംസാരിക്കുകയാണ്. രേവതിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു വന്നു. രേവതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കുന്നത്. സാധാരണഗതിയിൽ ശ്രുതിയുടെ മുന്നിൽ വെച്ചായിരുന്നു. ഇതിപ്പം വർഷയുണ്ട്, വർഷയുടെ അമ്മയുണ്ട്, അപ്പൊ താനൊന്നുമല്ല, തന്റെ വീട്ടുകാരൊന്നുമല്ല എന്നുള്ള രീതിയിലേ. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാർക്കൊന്നും തരാനുള്ള ആസ്തിയില്ല. ഇവരുടെ വീട്ടുകാരെ ചെറിയൊരു പൂക്കട നടത്തുക. പൂക്കട എന്ന് പറഞ്ഞാൽ അമ്പലത്തിന് ഫ്രണ്ടിൽ പൂക്കച്ചവടം നടത്തുകയല്ലേ എന്ന് പറഞ്ഞ പോലെ. പൊന്നിന് പകരം അവിടെ പൂ കൊണ്ടുവെക്കാനേ ഇവർക്ക് പറ്റുള്ളൂ എന്ന് പറയണം. പെട്ടെന്ന് രവീന്ദ്രൻ ചന്ദ്രൻ എന്ന് വിളിക്കണം. ചന്ദ്രമതി പറഞ്ഞു, ഉള്ള കാര്യമല്ലേ രവിയേട്ടാൻ പറഞ്ഞേ, ഇല്ലാത്ത എന്തേലും ആണോ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. രേവതിപ്പെട്ട് രേവതി കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ ഇനി എന്താ സംഭവിക്കുന്ന അറിയണ്ടേ. ഇനി ഇപ്പൊ നല്ല 8ന്റെ പണി രേവതി ചന്ദ്രമതിക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഇത്രയും തരം താഴ്ത്തിയതിന്റെ പേരിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പണിയാണ് ചന്ദ്രമതിക്കിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ ഇത് കൂടാതെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ ദിവസവും രാവിലെ കാണിക്കുന്ന വിശേഷങ്ങളൊക്കെ അന്നന്ന് തന്നെ വൈകുന്നേരം ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ എല്ലാവരും മറക്കാതെ കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.